നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് നിലവിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കേരള PSC. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല ഇത് പബ്ലിഷ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ 4 റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഈ 4 റിസൾട്ടിന്റെയും കട്ട് ഓഫ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റും പറയാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞൊരു ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള PSC അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും ആയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് തന്നെ കിടക്കാം. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 600/2021 എന്ന് പറയുന്ന റിസൾട്ടാണ്. കണ്ടല്ലോ, ഇതിന്റെ സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് ആണ് പ്രസൻസിന്റെ. സ്കെയിൽ ഓഫ് പേ 20,000 രൂപ മുതൽ 45,800 രൂപ വരെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ കേരള PSC നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ മെയിൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. വലിയൊരു റിസൾട്ട് തന്നെയാണ്. കണ്ടല്ലോ, ഏകദേശം എത്ര പേജാണ്? ഒരു 168 പേജ് വരുന്ന 168 പേജ് വരുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിൻ്റെത്. അപ്പോൾ എന്തായാലും നമുക്ക് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ കട്ട് ഓഫിലേക്ക് തന്നെ കിടക്കാം. കട്ട് ഓഫ് 69.03 ആണ് കേട്ടോ. കട്ട് ഓഫ് 69.03 ആണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ബാക്കി റിസൾട്ടുകളിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ തന്നെ NCA ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സെക്ഷന്റെ കട്ട് ഓഫ് ആണ് നിങ്ങളിപ്പോൾ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതും സെയിം ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 173/2021 ആണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാമല്ലോ. ഇതിന്റെ റിസൾട്ട് ഇവിടെ വരുന്നത് 39.70 ആണ്. 39.70 ആണ് ഈ ഒരു റിസൾട്ടിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ടിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ് വൈഡ് റിസൾട്ടിനകത്ത് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 25,850 പേരാണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു NCA നോട്ടിഫിക്കേഷന്റെ കട്ട് ഓഫ് വരുന്നത് 39 മാർക്ക് മാത്രമാണ്. അതുപോലെ മൂന്നാമത് വന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ LCAI എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. 174/2021 ആണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു വന്നിട്ടുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.67 ആണ്. 69.67 ആണ്. ഇന്ന് മൂന്നാമതായിട്ട് വന്ന അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആണ്. NCA ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വന്നിട്ടുണ്ട്. 175/2021 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 80.23 ആണ്. 80.23 ആണ്. അപ്പോൾ കട്ട് ഓഫുകൾ ഇങ്ങനെയാണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് 69, NCA ലിസ്റ്റുകൾ വരുന്നത് 39 മാർക്കുണ്ട്, 69ന്റെ ഉണ്ട്, 80 മാർക്കിന്റെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് നമ്മുടെ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു, ജയിലുകളിലെ ഉദ്യോഗസ്ഥർക്ക് അവധിയില്ലാ ജോലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഒന്ന് വായിച്ചു തരാം. തടവുകാരുടെ എണ്ണം കൂടുകയും ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുകയും ചെയ്തതോടുകൂടി ജയിലുകളിൽ ഉദ്യോഗസ്ഥർക്ക് അവധിയില്ലാ ജോലിയാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് അവധി നിഷേധിക്കുകയും ജീവനക്കാരുടെയും അതുപോലെ തന്നെ ആർജിതാവധി ഒഴിവാക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ജയിലുകളിൽ കനത്ത പ്രതിസന്ധിയാണ് നിലവിലിപ്പോൾ ജീവനക്കാർ നേരിടുന്നത്. 6 മാസത്തിൽ തടവുകാരുടെ എണ്ണം 1010 കൂടുകയും 365 ജീവനക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഗസറ്റഡ് റാങ്കിലുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ്, ജോയിന്റ് സൂപ്രണ്ടന്റ് എന്നിവരുടെ അവധി ജയിൽ ആസ്ഥാനം വഴി പാസ്സാക്കുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ആഴ്ചയ്ക്ക് അവധി അപേക്ഷിക്കാൻ സ്വീകരിക്കാതെ അവധി പോലും കൊടുക്കാതെയാണ് അവരെ ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ജയിൽ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജയിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിൽ 57 ആണ്. ജയിലുകളുടെ പരമാവധി ശേഷി എന്ന് പറയുന്നത് 7200 ആണ്. നിലവിലെ തടവുകാരുടെ എണ്ണം എന്ന് പറയുന്നത് 9200 ആണ് കേട്ടോ. ഏകദേശം 9200 തടവുകാരുടെ എണ്ണം. ആവശ്യമുള്ള ജീവനക്കാർ 2400 പേരാണ്. നിലവിലെ ജീവനക്കാർ 2000 പേര് മാത്രമേ നിലവിലെ ജീവനക്കാരായിട്ടുള്ളൂ. ജീവനക്കാരുടെ കുറവ് ഏകദേശം 300-400ഓളം ജീവനക്കാരുടെ കുറവാണ് നിലവിലുള്ളത്. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർമാരുടെ കുറവെന്ന് പറയുന്നത് 276 ആണ്. അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുടെ കുറവ് 19 ആണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറുടെ ചെലവ് 17 ആണ്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവനക്കാരിൽ മിക്കവർക്കും ആവശ്യ പരിശീലനം ലഭിച്ചിട്ടില്ല. 6 തടവുകാർക്ക് ഒരു ഉദ്യോഗസ്ഥൻ വേണമെങ്കിലും ഇപ്പോൾ 10 പേർക്ക് ഒരാളെന്ന് പറയുന്ന കണക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ആക്ച്വലി 12 പേർക്ക് നിലവിൽ 6 പേർക്ക് ഒരാളെന്നാണ് കണക്ക്. പക്ഷെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് 12 പേർക്ക് ഒരാളെന്നാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ആദ്യം പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ
താൽക്കാലികമായിട്ടുള്ള പ്രിസൺ ഓഫീസർമാർ ജോലി വിട്ടിട്ടുണ്ട്. ഏകദേശം 365 പേര് താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ജോലി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി സമ്മർദ്ദം കാരണം 2 വർഷത്തിനിടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ജോലി ഉപേക്ഷിച്ചത് ഏകദേശം 160 പേരെന്നാണ് നിലവിലെ റിപ്പോർട്ട്. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അറിയിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫുകളും നിലവിലത്തെ ജോലി സ്ഥിതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും PSCയുടെ ജോലി തന്നെയാണ്, ഗവൺമെന്റ് ജോലി തന്നെയാണ്, ജോലി എന്നും ഒരു സേഫ് സോൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവരെന്തൊക്കെ എത്രയും വേഗം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എത്ര പേർക്ക് കിട്ടിയെന്നുള്ള കാര്യം ആർക്കെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.